കലാകാരന്മാരുടെ സംഘടനയായ ആർട്ടിസ്റ്റ് കൾച്ചർ ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സെമിനാറും പഠനോപകരണ വിതരണവും നടന്നു. ഇതിന്റെ ഉദ്ഘാടനം മല്ലപ്പള്ളി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അജിത് ആൻഡ്രൂസ് നിർവഹിച്ചു. ചടങ്ങിൽ ചെണ്ട വിദ്വാൻ മധു പുന്നാനി, നാടൻപാട്ട് കലാകാരൻ ബാബു മുതലപ്ര എന്നിവരെ ആദരിക്കുകയും ചെയ്തു. മല്ലപ്പള്ളി കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ആർട്ടിസ്റ്റ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ സെമിനാറും സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും നടത്തിയത്. ഇതിന്റെ ഉദ്ഘാടനം മല്ലപ്പള്ളി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അജിത് ആൻഡ്രൂസ് നിർവഹിച്ചു. കലാപ്രവർത്തനങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുന്നത്. പക്ഷെ അതൊരു കലാകാരൻ എന്ന ഒരു വിശേഷം അതിന് അർഹനാണോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. അങ്ങനെ ഒരു ചെറിയ വിശേഷണമെങ്കിലും എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും മല്ലപ്പള്ളിക്കാണ്. കാരണം ഞാൻ എൻ്റെ കലാപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഇവിടെയാണ്. ആദ്യമായി ചെണ്ടയിൽ ഹരിശ്രീ കുറിക്കുന്നത് മുരണി അമ്പലത്തിൽ വെച്ചാണ്. അരങ്ങേറ്റം നടത്തിയത് നമ്മുടെ മല്ലപ്പള്ളി അമ്പലത്തിലാണ്. അങ്ങനെ അതിന് കാരണക്കാരനായത് അദ്ദേഹം ഇവിടെ ഇല്ലെങ്കിലും മല്ലപ്പള്ളിയുടെ പേര് നാട് ലോകമെന്നും അറിയിച്ച സുമേഷ് മല്ലപ്പള്ളി എന്ന് പറഞ്ഞ ഗായകനാണ്. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കാരണം ഇപ്പോൾ ഞാൻ സുമേഷിന്റെ കൂടെ പ്രോഗ്രാമുകൾ പോകാറുണ്ട്. അങ്ങനെ സുമേഷിന്റെ സ്റ്റേജ് പ്രോഗ്രാമിൽ പങ്കെടുത്താണ് ഞാനിത് ഈ രംഗത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മല്ലപ്പള്ളി എന്ന പറഞ്ഞ പേര് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പേരാണ്. അതുകൊണ്ട് തന്നെ മല്ലപ്പള്ളിക്കാരോടുള്ള സ്നേഹവും പ്രത്യേകത ഉള്ളതാണ്. എന്തായാലും ഇവിടെ എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുന്നു. ACWAയുടെ പ്രവർത്തന മേഖലകളെ പറ്റി തൊട്ട് മുമ്പ് ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. പൊതുവെ സംസാരത്തിൽ നമ്മുടെ ആൾക്കാരുടെ കുറച്ചിൽ കാക്കിയും കലയുമായി ഒരു ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് പൊതുവെ. അതുകൊണ്ടാണ് കാക്കിക്കുള്ളിലെ കലാകാരനെ എടുത്തു പറയുമ്പോൾ എന്തോ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം സംഭവിച്ചു എന്ന രീതിക്കാണ്. കാക്കിക്കുള്ളിൽ കലാകാരൻ പാടില്ല എന്നാണ് പൊതുവെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് കാക്കിക്കുള്ളിലുള്ളത് മനുഷ്യൻ തന്നെയാണ്. കലയും സാഹിത്യവും സംഗീതവും ഒക്കെ ആസ്വദിക്കാനും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന പച്ചയായ മനുഷ്യരാണ് ഞാനിപ്പോൾ. നമ്മൾ തൊഴിലിന്റെ ഭാഗമായി യൂണിഫോം ഇടുന്നതല്ലാതെ കാക്കിയിടുന്നവരെല്ലാം മനുഷ്യത്വമില്ലാത്തവരും സഹൃദയരല്ലാത്തവരുമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് മാറ്റേണ്ടതാണ്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് രവി വായുപുരം അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഈ സംഘടനയുടെ ഉദ്ദേശം നാട്ടിലുണ്ടാകുന്ന ദുഷ്പ്രവണതകൾ ഇപ്പൊ തന്നെ നമ്മളൊരു കാര്യം നമ്മുടെ നോട്ടീസിനകത്ത് എടുത്തു കാണിച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ലഹരി, ഇപ്പൊ മിഠായിയിൽ പോലും ലഹരി വസ്തുക്കൾ കടകളിൽ വിൽക്കുന്ന ഒരു സംവിധാനം ഇപ്പൊ നിലവിൽ വന്നിരിക്കുകയാണ്. അതിനകത്ത് ലഹരി ചേർത്തുകൊണ്ട് ആ മിഠായികൾ ഉത്പാദിപ്പിച്ചുകൊണ്ട് അത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് വായും കുടലും മറ്റുമൊക്കെ നശിച്ചു പോകുന്ന രീതിയിലേക്കുള്ള അത് ഇവിടെ തന്നെ നമ്മുടെ ടിവിക്കകത്തും അതുപോലെ തന്നെ മൊബൈലിനകത്തും ഒക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്തും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു ഉത്ബോധനം, അവർ അതിനുകൊണ്ട് ഒരു ക്ലാസ് എടുത്ത് ആ കുഞ്ഞുങ്ങളെ പ്രബുദ്ധരാക്കണം, മാതാപിതാക്കന്മാരെ പ്രബുദ്ധരാക്കണം. ഒരു ഉത്തരവാദിത്വം നമ്മളുണ്ട്, സംഘടന എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ചടങ്ങിന്റെ ഭാഗമായി വിവിധ തലത്തിൽ കഴിവ് തെളിയിച്ച കലാകാരന്മാരെ ആദരിക്കുകയും ചെയ്തു. ചെണ്ട വിദ്വാൻ മധു പുന്നാനി, നാടൻപാട്ട് കലാകാരൻ ബാബു മുതലപ്ര എന്നിവരെ മുൻ MLA ജോസഫ് മുതുശ്ശേരി ചടങ്ങിൽ ആദരിച്ചു. പഠനോപകരണ വിതരണം മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S വിദ്യാമോൾ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിജു പുറത്തൂടൻ, മല്ലപ്പള്ളി എക്സൈസ് സിവിൽ ഓഫീസർ വിഷ്ണു R തമ്പി, സംസ്ഥാന സെക്രട്ടറി റെജികുമാർ NT, സംസ്ഥാന ട്രഷറർ ബാബു മുതലപ്ര എന്നിവർ പ്രസംഗിച്ചു.